കോർഡിനേഷൻ കോമ്പൗണ്ട് NCERT ഇൻഡെക്സ് ക്വസ്റ്റ്യൻ 5.3 പാർട്ട് 2 ആണ് ചെയ്യുന്നത്. രണ്ട് കോംപ്ലക്സ് കൊടുത്തിട്ടുണ്ട്. ഏത് ടൈപ്പ് ഐസോമറിസമാണ് കാണിക്കുക, അത് വരഞ്ഞ് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കോംപ്ലക്സ്, ഫസ്റ്റ് കോംപ്ലക്സ് ഇതാണ്. ഈ കോംപ്ലക്സ് കണ്ടാൽ തന്നെ നമുക്ക് തിരിച്ചറിയണം ഇതൊരു ആംബിഡണ്ടേറ്റ് ലിഗാൻഡ് ആണ്. ആംബിഡണ്ടേറ്റ് ലിഗാൻഡുകളുള്ള കോംപ്ലക്സ് NO2 ഒരു ആംബിഡണ്ടേറ്റ് ലിഗാൻഡ് ആണ്. ആംബിഡണ്ടേറ്റ് ലിഗാൻഡുകളുള്ള കോംപ്ലക്സുകൾ കാണിക്കുന്ന ഐസോമറിസം ഏതാ? ആംബിഡണ്ടേറ്റ് ലിഗാൻഡുകളുള്ള കോംപ്ലക്സുകൾ കാണിക്കുന്ന ഐസോമറിസമാണ് ലിങ്കേജ് ഓർ ലിഗാൻഡ് ഐസോമറിസം. NO2-ൽ നൈട്രജനും ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും, ഓക്സിജനും ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. എറ്റ് എ ടൈം നൈട്രജൻ അല്ലെങ്കിൽ ഓക്സിജൻ ഒരാളെ ഉണ്ടാക്കുള്ളൂ. അപ്പൊ ആംബിഡണ്ടേറ്റ് ലിഗാൻഡ് കാണിക്കുന്ന ഐസോമറിസമാണ് ലിങ്കേജ് ഓർ ലിഗാൻഡ് ഐസോമറിസം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, CO ഇതിന്റെ ലിങ്കേജ് ഓർ ലിഗാൻഡ് ഐസോമറിസം ഇതാണ്. NH3 NO2 എന്നുള്ള മാറ്റി ONO നോക്കാം. ONO NO3 twice NO3 twice. ഇതൊരു ആംബിഡണ്ടേറ്റ് ലിഗാൻഡ് ആണ്. NO2 is an ആംബിഡണ്ടേറ്റ് ലിഗാൻഡ്. ആംബിഡണ്ടേറ്റ് ലിഗാൻഡുകൾ കാണിക്കുന്ന കോംപ്ലക്സുകൾ കാണിക്കുന്ന ഐസോമറിസമാണ് ലിങ്കേജ് ഓർ ലിഗാൻഡ് ഐസോമറിസം. കഴിഞ്ഞു. രണ്ടാമത്തത് CO NH3 H2O Cl2. ഈസിയാണ്. സോറി CO അല്ല, PT വരയ്ക്കാം. PT പ്ലാറ്റിനം. രണ്ട് ക്ലോറിൻ സെയിം സൈഡ് വരച്ചാൽ ഒരു NH3യും ഒരു H2O വരയ്ക്കും, ഒരു NH3യും ഒരു H2O വരയ്ക്കാം. യെസ്, ഇതിനെ വിളിക്കുന്ന പേരാണ് സിസ് ഐസോമർ അല്ലേ. ഇനി രണ്ട് ക്ലോറിൻ ഓപ്പോസിറ്റ് ആണെങ്കിലോ, നാല് ലിഗാൻഡുകളും ഡിഫറെൻ്റ് ആയിക്കണമെന്ന് പറഞ്ഞിട്ട് രണ്ട് ലിഗാൻഡുകൾ സെയിം ആയാൽ മതി. രണ്ട് Cl NH3 H2O, ഇതാണ് ട്രാൻസ് ഐസോമർ. രണ്ട് ക്ലോറിൻ ഓപ്പോസിറ്റ് വന്നില്ലേ, രണ്ട് ക്ലോറിൻ ഓപ്പോസിറ്റ് വന്നാൽ ഇറ്റ്സ് നോൺ ആസ് ട്രാൻസ് ഐസോമർ. അപ്പോൾ ഒന്നാമത്തത് ലിങ്കേജ് ഓർ ലിഗാൻഡ് ഐസോമർസം, മറ്റേതാ ജോമെട്രിക്കൽ ഐസോമർസിൽ സിസും ട്രാൻസും കാണിക്കും.